ഗവർണർ എടുത്ത നടപടി വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യപ്പെടേണ്ട ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. ഇല്ല, അങ്ങനെ പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ അന്വേഷണം നടത്തുന്ന മുഴുവൻ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തി ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനമാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ UGCയുടെ നമ്മുടെ ഈ സ്ക്വാഡ് പ്രത്യേകിച്ച് ഇത്രയും പേരെ തെറ്റുകാരാണ് എന്ന് കണ്ടെത്തുകയും അത് പോലീസിന്റെയും കൂടെ അന്വേഷണം കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്ര പേരെ അവരവിടുന്ന് അറസ്റ്റ് ചെയ്യിക്കുവാനും 3 വർഷത്തേക്ക് അവരെ ഡീബാർ ഉൾപ്പെടെ ചെയ്തിരിക്കുകയാണ്. അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ആ കുഞ്ഞുങ്ങളുടെ പഠിത്തം മുടങ്ങിയിരിക്കുകയാണ്. ഓരോരുത്തരും എന്തോ നടപടി ഉണ്ടാകുന്നു. പക്ഷേ ഡീനടക്കം അല്ല, ഡീനെയും തൽക്കാലം അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുവാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഞാൻ കൊടുത്തു കഴിഞ്ഞു. അതിപ്പം മാറ്റി കാണണം. ഇതിന്റെ മുകളിലുള്ള സർവകലാശാല അധികൃതരും ഇതിൽ കുറ്റവാളികളിൽ യഥാസമയം നടപടിയെടുക്കാൻ സർവകലാശാലയുടെ വൈസ് ചാൻസലർ മടിച്ചു, കൃത്യവിലോപം കാണിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ഗവർണർ പറയുന്നത്. അത് ശരിയായ നടപടിയാകും? അത് ശരിയായ നടപടിയല്ല. ഗവർണർ ഗവൺമെന്റുമായിട്ടോ അതല്ലെങ്കിൽ നമ്മളെ വകുപ്പുമായിട്ടോ ആരുമായിട്ടോ ഒരു ബന്ധമില്ലാതെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഒരു നടപടിയെടുത്തത്. ആ നടപടിയെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഗവർണർ നടപടി, ഡീനെതിരെ മിനിസ്റ്റർ മാറ്റി നിർത്താൻ പറഞ്ഞത് എന്ന് മാത്രമല്ല, അവിടെ ഈ കുട്ടിയുടെ മരണശേഷം വേറൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു പരാതി കൊടുക്കുമെന്നും അതിനകത്ത് അന്വേഷണം നടത്തുന്നൊക്കെയുള്ള ഒരു ആരോപണം. ഈ അധ്യാപകരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണ് ഒരു കുട്ടിയോട്? അല്ല, ഒരു കുട്ടിയോടല്ല. അവിടെ 3 ദിവസം മുമ്പ് നടന്ന ചില സംഭവവികാസങ്ങൾ 12-ാം തീയതി വാലന്റീൻസുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടി ഈ നമ്മുടെ സിദ്ധാർത്ഥിന്റെ മരണശേഷമാണ് പരാതി കൊടുത്തത്. ഇന്റേണൽ കമ്മിറ്റി അവർ കൂടാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്താ. പക്ഷേ ഒരാള് സിദ്ധാർത്ഥ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കൂടിയോണ്ട് വല്ല കാര്യമില്ല. ഇത്തരത്തിലൊരു പരാതി എഴുതിയത് മനഃപൂർവ്വം സിദ്ധാർത്ഥിനെ അഭിവൃദ്ധിപ്പെടുത്താനും സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരു കള്ള പരാതി കൊടുത്തു എന്നാണ് പൊതു ആരോപണം. അല്ല, ഫേക്കാണോ ഇല്ലേ എന്നുള്ളത് പോലീസ് കണ്ടെത്തട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് നമ്മൾ പോകേണ്ട അനുചിത്യമല്ല. കാരണം ഒരാൾ മരിച്ചതിന് ശേഷം ഒരു പരാതി കൊടുക്കും. അത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ആരാണത് പരാതി കൊടുത്തതെന്നുള്ളത് പരിശോധിക്കേണ്ടെന്ന ചുമതല പോലീസിനും കൂടെ ഉണ്ട്. അവർ പരിശോധിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് ചെയ്യാം. ഞാൻ എന്തെങ്കിലും ആലോചിച്ച് പറഞ്ഞാൽ പറ്റത്തില്ല. പരാതി പരിഗണിക്കാൻ ഈ കമ്മിറ്റി കൂടുക, അതെ, കമ്മിറ്റി കൂടിയെങ്കിൽ അവർ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. വെറ്റിനറി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ഗവർണർ നമുക്ക് വേണ്ടുന്ന എല്ലാ അവിടെ ഒരു ഗവർണർ എന്ന നിലയ്ക്കും ചാൻസലർ എന്ന നിലയ്ക്കുമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യതയോടുകൂടി നടക്കുന്നതായിരുന്നു. പലപ്പോഴും നമുക്കറിയാം അവരുടെ ബിരുദദാന ചടങ്ങിനുൾപ്പെടെ ഒരുമിച്ച് പങ്കെടുക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അത് വരുമ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും അതിന്റെ അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ എടുത്ത നിങ്ങൾ തന്നെ ഇപ്പൊ കണ്ടല്ലോ. ഇത്രയും കുട്ടികളെ ചോദ്യം ചെയ്തു, അതിൽ 31 കുട്ടികളെ മാറ്റി നിർത്തി. ആ 31 കുട്ടികളുടെയും ഒരു അവലോകനവും അവരുടെ പ്രശ്നങ്ങൾ അവരെങ്ങനെയാണ് ഇടപെട്ടത് ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ 19 പേർക്കെതിരെ നടപടിയെടുത്ത്. എവിടെങ്കിലും ഈ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും കുട്ടികളെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ? അവരെ ഡീബാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഈ സിദ്ധാർത്ഥിന്റെ പ്രശ്നം വന്നപ്പോൾ അത് മറ്റൊരു കുഞ്ഞിന് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് ഈ സംഭവം ഇവിടെ ഉണ്ടാകരുത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം ഒരു യൂണിവേഴ്സിറ്റിയിലും ഉണ്ടാകാൻ പാടില്ല. ഒരാളും ഈ തരത്തിൽ നമ്മുടെ സ്വന്തം സഹോദരങ്ങള്, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് അവരോട് ഇത് കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മാതൃകാപരമായ ശിക്ഷ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നല്ല അന്വേഷണം നടത്തിയെടുക്കുവാൻ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഇപ്പോൾ അവിടെ 2 ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അത് നടക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, സർക്കാരുമായി ആലോചിക്കാതെ വിസിക്കെതിരെ നടപടിയെടുത്തതാണോ ഒരു ഇഷ്യൂ? അല്ല, എന്ന് ഞാൻ ഇഷ്യൂ ആയിട്ട് പറയുന്നില്ല. ഞാനത് ഇവിടെ ഇരുന്നപ്പോഴാണ് അറിഞ്ഞത്. അത് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കണം. എങ്ങനെയാണത് പോയത്, ഏത് രീതിയിലാണ് അത് നടപ്പിലാക്കിയത്, അതൊന്നും അന്വേഷിക്കാതെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ മീറ്റിംഗിലായിപ്പോൾ ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങിയത്. അതുകൊണ്ടാണ്.